ഭാഗ്യം പിള്ളേർ അവർ എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ചായ. ഓ താങ്ക്സ്. താളിയാ ടീ സാപ്പിട്. ഭായ് നമുക്ക് ഇതേപോലെ ഒരു ചായക്കടയൊക്കെ ഇട്ട് ജീവിച്ചൂടെ? ആ ബാഗ് കൊണ്ടതിനൊന്നും വരാൻ പോണില്ല ഭായ്. ഇപ്പം വിളിച്ചത് അയാളാ. ആള് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബാഗൊക്കെ നാളെ കിട്ടും. ഒരു ഉച്ചയോടുകൂടി ഞാൻ പോകാമെന്ന് വിചാരിക്കുന്നു. നാളെയാ? അയ്യോ, ഇത്ര പെട്ടെന്ന്? എന്തൊക്കെയായാലും പോണമല്ലോ. അളിയാ പപ്പ നാളെ കാലത്ത് 5 മണിക്ക് പോവത്തെ, നീ നോക്കിക്കോണം. എടാ, നീയാണ് പൂക്കളത്തിന്റെ പ്രസിഡന്റ്, നീയാണ് സെക്രട്ടറി, മറന്നു പോകരുത്. നാളെ സതീശനാ മാവേലി. അത് പൊളിക്കും. ഓട്ടറാ. സെറ്റ്. അപ്പൊ നാളെ കാണാം. ശരി ശരി. ഭായ് കുറച്ചു ദിവസം കൂടെ നിന്നിട്ട് പോയാൽ പോരെ? കടക്കാരെ പേടിച്ചാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. അത് നിങ്ങളെ കൊണ്ട് കൂട്ടിയ കൂടില്ല പപ്പ. അത് തന്നെയല്ല, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ഡീൽ ചെയ്യാനില്ലേ? അതിന് പിന്നെ എന്തെങ്കിലും മൊഴിയണ്ടേ? എടാ, വെറുതെ പഞ്ച് ഡയലോഗ് പോലെ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അവളെ പോയിട്ട് പെട്ടെന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരാമെന്ന്. സൂപ്പർ ഐഡിയ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് 4-5 വണ്ടി ആൾക്കാരായിട്ട് അവളെ വീട്ടിലോട്ട് ഇടിച്ചു കയറാം. എന്നിട്ട് അവരൊക്കെ പിടിച്ചിടിക്കാം. അതാകുമ്പോൾ കളർഫുൾ ആയിരിക്കും. കൂടെ ഒരു ആംബുലൻസും പറഞ്ഞു. സന്തോഷം എന്നൊക്കെ പറയുന്നത് ഒരു ചോയ്സാണ്. കൃത്യസമയത്ത് അത് തിരഞ്ഞെടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ അന്നേ അവന് സൂചന കൊടുത്തതാ. അപ്പൊ അവൻ എന്റെ നെഞ്ചത്ത് കയറി. ചുമ്മാ ഇല്ലടാ, അവൻ കേൾക്കും. അത് എനിക്കെന്ത്? അവളവനെ കെട്ടിപ്പിടിച്ച് ചുമ്മാ വയ്ക്കുന്ന നാട്ടുകാർ വീണ് കണ്ടതാ. പിന്നെ ഞാൻ പറയുന്നതാണോ പ്രശ്നം? അത് വീഡിയോ കോൾ എടുത്താണെങ്കിൽ വേറെ കുറയണം. പിന്നെ ഷാർജ കപ്പല്ലാണ് നടക്കുന്നത്, ലൈവ് ഇരുന്ന് കാണാൻ വേണ്ടി. എടാ, നീ ഒന്ന് നിർത്ത്. ഷംസു, അവനിനി വേണ്ട. I wanna see you staying still high in the sky. I wanna see you twist and never ask me why. I wanna see a hustler seize the whistle of a wind. I wanna see a game of cards from revelation done right. I wanna see. എന്റെ വില്ലനാവൻ റോണി തീരുമാനമെടുത്ത രാത്രി കഥയുടെ ഗതി തന്നെ മാറ്റാൻ കെൽപ്പുള്ള മറ്റു ചിലർ കൂടി ഈ നഗരത്തിലെത്തിയിരുന്നു. I wanna see you staying still high in the sky. I wanna see you twist and never ask me why. നാളെയാണ് ഞാൻ പറഞ്ഞ ദിവസം, എൻ്റെ ലൈഫിലെ എക്സ്ട്രാ ഓർഡിനറി ഡേ. വണ്ടി എടുത്തേ. എന്തി നിർത്തടാ. ഇവിടെ തന്നെ. എവിടെ പോവാ? എടാ, അതെ, ഞാനിപ്പോ വരാം. നിങ്ങൾ ഈ സമയത്ത് കളിക്കാൻ നിൽക്കല്ലേ? ഞാൻ ഇത്തേക്കാൻ ഒരു 2 മണിക്കൂർ. പെട്ടെന്ന് പറഞ്ഞേ. ഞാൻ എടുത്തോട്ട് പോടാ. താങ്ക് യു. ഇതാണ് ഷാനയുടെ സീറ്റ്. അത് ജീവന്റെ. അതെന്റെ. പിന്നെ ഹാപ്പി ഓണം. വന്നിട്ട് കുറെ നേരമായോ? ഹാപ്പി ഓണം. ആ തഗോഫറിന്റെ വടം താഴെ വന്നിട്ടുണ്ട്. നമുക്കൊരു കോഫി കുടിച്ചാലോ? ഇതൊക്കെ അല്ലേ? എന്തായാലും നോക്കിയിട്ട് ചെയ്യാം. അതെ, ആ ഓൺ സൈഡിന്റെ കാര്യം ഒന്നുകൂടി ആലോചിക്കണം കേട്ടോ. ആ സാമിനെ കൊണ്ടൊന്നൊരു പുല്ലും നടക്കാൻ പോകുന്നില്ല. അവസാനം പ്രൊജക്ട് കയ്യിൽ നിന്ന് പോയിട്ട് കിടന്ന് കരയേണ്ടി വരും. സതീഷേ, ആരെ ഓൺ സൈറ്റ് വിടണം വിടണ്ട എന്നുള്ള കാര്യമൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. സതീഷ് തൽക്കാലം ഓഫ് ഷോറിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പൊ എങ്ങനെ പോയിട്ട് വേഗം ഇങ്ങ് വരില്ലേ? എല്ലാ പോക്കിന്റെയും അവസാനം ഒരു തിരിച്ചുവരവുണ്ടായിരുന്നെങ്കിൽ it would have been nice, അല്ലേ? ഏയ്, ഇന്ന് കുറച്ച് ഇമോഷണൽ ആണല്ലോ. നാട്ടിൽ വന്നിട്ട് നൊസ്റ്റാൾജി അടിച്ചു അല്ലേ? പണ്ട് നാട്ടിലെ പ്രൈവറ്റ് ബസ്സിലൊക്കെ
പാട്ട് വെക്കുമായിരുന്നു. അതിപ്പോഴുണ്ടോയെന്നറിയില്ല. നമുക്കിഷ്ടമുള്ള പാട്ട് വരുമ്പോൾ ഇറങ്ങാനുള്ള സ്റ്റോപ്പും ആവും. Are you all right? I am all right. Just few memories. ഗായത്രി, എനിക്കൊരു കാര്യം. വേണ്ട, പറയണ്ട. അതല്ല, എനിക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ പറയണ്ടെന്നേ. എന്നോട് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. സംഹൗ ഐ എം യൂസ് ടു ഇറ്റ് ബൈ നൗ. നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പറയുന്ന പലതും കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ബട്ട് ഐ നെവർ ഫെൽറ്റ് ലൈക്ക് ആസ്കിങ് യു. മേ ബി ബിക്കോസ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു എൻഡ് ദിസ്. കാരണം അപ്പോഴേക്കും നമ്മുടെ ഫോൺ കോൾ അനുസരിച്ച് എൻ്റെ ഓരോ ദിവസവും ഞാൻ പ്ലാൻ ചെയ്ത് തുടങ്ങിയിരുന്നു. ഹായ് ഗായത്രി. ഹേയ്, വാട്ട് ഹാപ്പൻഡ്? ഫ്രണ്ടിനെ കണ്ടിട്ട് മനസ്സിലായില്ല? ரொம்ப நாளாச்சு பார்த்தது இல்ல நண்பா? ഞങ്ങൾ ഇന്ന് രാവിലെ പരിചയപ്പെട്ടു. അപ്പോ വിക്ടർ. സോറി. അപ്പോൾ വിക്ടറാ പറഞ്ഞേ പഴയ ഫ്രണ്ടിനൊരു സർപ്രൈസ് കൊടുക്കാന്ന്. இதெல்லாம் என்ன சர்ப்ரைஸ்? ஐயா பண்ண வேலை அதுதான் சர்ப்ரைஸ். இந்த அப்பாவி மூஞ்சி வச்சுக்கிட்டு எத்தனை பேரை ஏமாத்திருக்கா தெரியுமா? காஃபி எனக்கு ஒன்று சொல்லுங்களேன். இஸ் தட் ஓகே? യാ ഓഫ് കോഴ്സ്. ഫ്രണ്ടിനൊരു കോഫി ഓർഡർ ചെയ്യും മാഷേ. இவனோட நிக்நேம் என்னன்னு தெரியுமா? എന്താ അത്? Wolf. Wolf? Pluto, go. முதல்ல அந்த பாஸ்வேர்டு, அப்புறமா எல்லாமே.